ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ അവസ്ഥ ശരിക്കും അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നുണ്ടാകുന്ന ചില മോശം അനുഭവങ്ങളുണ്ടല്ലോ, അത് ഏത് തരത്തിലാണെങ്കിലും. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. നമ്മൾ ആരാണ്, എന്താണ് എന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിയുമ്പം നമ്മൾ ചിലപ്പം നമ്മൾ ഏറ്റവും വിശ്വസിച്ച് പോകുന്നതാകും. അത് ഏത് തലത്തിലാണെങ്കിലും, അത് ചിലപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത്, അങ്ങനെ എവിടെയാണ് നമ്മുടെ ചുറ്റുപാടിൽ, നമ്മൾ എന്ന വ്യക്തിയുടെ ചുറ്റുപാടില്ല, അങ്ങനെ ആരെങ്കിലും നമ്മളെക്കുറിച്ച് അറിയുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ വിശ്വസിക്കും. ഇവരൊക്കെ ഇവർ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു യാത്ര പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് അവരുടെ കൂടെ പോയിട്ട് വരാം എന്നൊക്കെ വിചാരിക്കുന്ന അത്രയും വിശ്വാസമാണ്, നമ്മൾ സേഫാണ് എന്ന് കരുതുന്ന ആളുകളിൽ നിന്നുണ്ടായി ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും, അല്ലേ? അപ്പം അതുപോലത്തെ കുറേ പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാവും. കുറേ പേര് എന്താ പറയുക, പ്രതികരിക്കും. പക്ഷെ കുറേ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? വീട്ടിലോ പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ മാതിരി ഒരു പ്രശ്നം വരും. പക്ഷെ അവരോട് പറഞ്ഞാൽ ഇതവർ സമ്മതിക്കുമോ? അതുമില്ല. അപ്പോൾ നമ്മളത് പറയാതെ, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ നമ്മളെ മോശമായിട്ട് വിചാരിക്കുമോ? അങ്ങനെയൊക്കെ. പിന്നെ പഴയൊരു പഴമൊഴിയുണ്ട്, ഇല പോയി മുള്ളിൽ വീണാലും മുള്ളു പോയി ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്നുള്ളത്. അപ്പോൾ ഇല എത്ര സൂക്ഷിച്ചാലും ഈ മുള്ളു കുത്താനായിട്ട് പോയി എന്ത് ചെയ്യും? വെട്ടിമാറ്റണ്ടേ? പ്രതികരിക്കണം. നമ്മൾ പ്രതികരിക്കേണ്ട അടുത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും? മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മുതൽ പിന്നെ നമ്മൾ എന്ത് വിചാരിക്കും പറഞ്ഞു തന്നെ ഒരുപാട് ആപത്തിലേക്ക് പോകും. അപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം, എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന് എൻ്റെ കുറച്ച് മാസങ്ങളായിട്ട് വല്ലപ്പോഴും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരൊറ്റ കാര്യം, എന്താ ഞാൻ ചെയ്യുക, എനിക്ക് സങ്കടം വരുന്നു, വീട്ടിൽ പറയാൻ പറ്റുന്നില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു കോള് വരുന്നത് ഈ ഒരു 1-1.5 മണിക്കൂർ ഇത് തന്നെയായിരിക്കും പറയാം. വിഷമം, സങ്കടം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോശമെന്ന് വിചാരിക്കില്ലേ? അപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ മോശമല്ലേ? അപ്പം അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ചേച്ചിയാണ്. ആ ചേച്ചിക്ക് 2 മക്കളാണ്, 2 ആൺമക്കളാണ്. ഒരാൾ പഠിച്ചൊക്കെ കഴിഞ്ഞു, വെളിയിൽ ജോലിയാണ്. അപ്പം ഹസ്ബൻഡ് നല്ല സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനൊക്കെയാണ്. പിന്നെ ഒരു മോനുള്ളത് പഠിക്കുന്നു. അപ്പം ഈ മക്കളൊക്കെ ജനിച്ച് കുറച്ചൊക്കെ ആയ ശേഷം ആ ചേട്ടന് ഒരു അസുഖം വന്നിട്ട് അത് കുറേ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയും അതായത് എല്ലാവരും അങ്ങനെയാണല്ലോ, കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉള്ള സമാധാനം മൊത്തം പോകും. പിന്നെ അവരുടെ ഹസ്ബൻഡ് ആണെങ്കിലും തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു സ്വസ്ഥതയില്ലായ്മയൊക്കെ ഉണ്ട്. പിന്നെ മക്കൾക്ക് വേണ്ടി അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് മക്കൾക്ക് വേണ്ടി. അതെല്ലാവരും അങ്ങനെയാണ്, കുടുംബ ഭദ്രത നോക്കുന്നവരൊക്കെ മക്കൾക്ക് വേണ്ടി. പിന്നെ ഇതെന്തെങ്കിലും നേരെയാകും എന്ന രീതിയിൽ ആ ചേച്ചിയും അതുപോലെയൊക്കെ തന്നെയാണ്. നല്ല വീട്ടമ്മയാണ്, എല്ലാം ഉണ്ട്, എങ്കിലും നല്ല സാമർത്ഥ്യമൊക്കെ ഉണ്ട്. പക്ഷെ മോശം അനുഭവം എന്നുള്ളത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന മാനസിക ഒരു തകർച്ചയില്ലേ, അത് പറഞ്ഞപ്പോഴാണ് അതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയത്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ചേച്ചിയുടെ ചേട്ടൻ ചെറിയൊരു കാര്യത്തിന് വലുതായിട്ട് ദേഷ്യപ്പെടും. അതായത് അവരുടെ ആ ഒരു ടെൻഷൻ, കാരണം വർഷങ്ങളായിട്ട് മരുന്ന്, ജോലി ഉണ്ടെങ്കിലും ശമ്പളം ഉണ്ടെങ്കിലും ഈ ഒരു അസുഖം മാറാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു നിരാശ പുറത്ത് വിടുന്നത് ഈ ചേച്ചി കൊടുത്ത് ദേഷ്യപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇവർ വേറെ സ്ഥലത്തുള്ളവരാണ്. അപ്പോൾ ഇവർ വന്ന് ജോലിയൊക്കെ ആയപ്പം വേറൊരു സ്ഥലത്ത് വന്ന് സ്വന്തമായി വീട് വെച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ആ നാട്ടിൽ തന്നെ തൊട്ടയൽപ്പക്കത്തും ഉയർന്ന സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ട് ഉയർന്നിരിക്കണം ഒരു ഫാമിലി. അവിടെ ഒരു ആൻറ്റിയും അങ്കിളും ആണ് ഏറ്റവും വേണ്ടപ്പെട്ടത്. അതായത് ഫാമിലി ഏറ്റവും ക്ലോസ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഈ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ടും ആ അങ്കിളും എല്ലാം നല്ല കൂട്ടാണ്. അവർക്ക് ആ അങ്കിൾ ഫാമിലിക്ക് ഒരു മോനാണ്, മരുമോൾ ഡോക്ടറാണ്, മോൻ ബിസിനസ്സാണ്, അവർ അബ്രോഡ് സെറ്റിലാണ്. അപ്പം എല്ലാം കൊണ്ടും അങ്ങനെയുള്ള ഫാമിലിയാണ്. അപ്പോൾ ഈ ചേച്ചിക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും അത് തൊട്ട് ഒരു മതിലിലാണെങ്കിൽ ഈ ആൻറ്റിയും ഈ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആകെ ഷെയർ ചെയ്യുന്നത് അവരുടെ അടുത്താണ്. തൊട്ട് വീടാണല്ലോ, അങ്ങനെയാണല്ലോ. നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ പെട്ടെന്ന് വിളിച്ചാലും ഓടി വരാനും എല്ലാം ഉള്ള ആളുകൾ വേണമല്ലോ. അപ്പം അതുപോലെ അവർ തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം, ഈ ആൻറ്റിയായിട്ട് നല്ല കണക്ഷനാണ്. അപ്പം എന്തുണ്ടെങ്കിലും ഈ ചേച്ചി വേഗം അവരുടെ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അടുക്കള വരെ അങ്ങനെ പോകും. അവർ അത്ര ഫ്രീ ആണ്.
അപ്പം എന്തുണ്ടെങ്കിലും കൊടുക്കൽ വാങ്ങൽ ഒക്കെ അതുപോലെയുള്ളൊരു ബന്ധം. അപ്പം ഈ ഫ്രണ്ട് ചേച്ചി എന്ന് പറയുന്നത് കുറച്ച് വണ്ണമുണ്ട്. അപ്പോൾ ഈ വണ്ണമുണ്ട്, ഒരു സ്വന്തം വീട് പോലെയാണല്ലോ. അത് ഇത്തിരി പ്രായമായ ആൻറ്റിയും അങ്കിളും അല്ലേ. അപ്പോൾ സ്വന്തം വീട് പോലെ ആകുമ്പം വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത് അതേ രീതിയിലാണ് ആ ചേച്ചി അവിടെ പോകുമ്പോഴും. അപ്പോൾ ഇവർ ഷോളൊന്നും ഇടാതെയൊക്കെ ആയിരിക്കും പോവുക. പക്ഷേ ഈ അങ്കിളും നല്ല രീതിയിലൊക്കെയാണ് വിളിക്കലും പറയലും പെരുമാറ്റവും എല്ലാം. അതുകൊണ്ടൊന്നും പ്രയാസവുമില്ല. അങ്ങനെ ഇരിക്കെ ഈ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ ആൻറ്റി ഒന്ന് വീണു. ഇപ്പോൾ കുറച്ച് പ്രായമാകുമ്പോൾ വീണ് കഴിയുമ്പോൾ കാലിന് നല്ലൊരു പരിക്കൊക്കെ പറ്റി. അപ്പം കംപ്ലീറ്റ് റെസ്റ്റ് 3 മാസം എന്ന് വെച്ചാൽ ബെഡിൽ തന്നെ അങ്ങനെ റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആ ആൻറ്റി ബെഡിലായി. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരാൾ വരും, വയ്ക്കും, പോകും. അപ്പോൾ ഒരു അത്യാവശ്യം ഈ ആൻറ്റി കിടപ്പിലായതുകൊണ്ട് ഒരു അത്യാവശ്യം എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ ഈ ചേച്ചി ഫോൺ ചെയ്ത് വരും, വന്ന് ചെയ്തു കൊടുക്കും, പോകും. അങ്ങനെ അവരത്ര അണ്ടർസ്റ്റാൻഡിംഗാണ്. അങ്ങനെ ഇരിക്കുക ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ആൻറ്റി വിളിക്കുന്നതിനനുസരിച്ച് പോകും. അപ്പോൾ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പം ഈ അടുക്കളയിൽ കയറിയിട്ട് ഈ ചേച്ചി വയ്ക്കുമ്പം ഈ അങ്കിളും അടുത്ത് പോയി നിൽക്കും. അപ്പം അടുത്ത് പോയി നിൽക്കുന്നതിൽ അസ്വാഭാവികതയൊന്നും തോന്നില്ല. അപ്പം ചില സമയത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെ നോക്കുമ്പം ഏറ്റവും അടുത്ത് അങ്ങനെ നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോലെ ചായയൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശ്വാസം നമ്മുടെ ഇവിടെ തട്ടുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്രയും അതുപോലെ കുറച്ച് അങ്ങനെയൊക്കെ ആയപ്പം എന്താ പറയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മാറി സാധാരണ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് മാറി ആദ്യം നമ്മൾ ഡീസൻ്റ് ആയിട്ടുള്ള ബിഹേവ് വേണം. ഒന്ന് മാറി അങ്ങനെയൊക്കെ പോകുക. അങ്ങനെ പിന്നെ ചിലതെല്ലാം നമ്മൾ കണ്ടില്ല കേട്ടില്ല അങ്ങനെ വിചാരിക്കുക അങ്ങനെ. അപ്പോൾ ഈ ചേച്ചി അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഈ അങ്കിള് അടുക്കളയിൽ തന്നെ അങ്ങനെ നിൽക്കുക. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, അതായത് സംസാരിക്കാനായിട്ടൊരു ടൈം കണ്ടെത്തുന്ന പോലെ വിഷയങ്ങൾ കണ്ടെത്തുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പോട്ട് എന്നൊക്കെ അങ്ങനെ വിചാരിക്കും, അങ്ങനെ ചെയ്തു കൊടുക്കും ഒക്കെ. അങ്ങനെ പിന്നെ സംസാരിക്കും. അടുത്ത് വന്ന അടുക്കള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം സംസാരിക്കാം. അപ്പം ഇങ്ങനെ ഇത്തിരി വണ്ണമൊക്കെ ഉണ്ടല്ലോ, ഷാളൊന്നും ഇടില്ലല്ലോ. അപ്പം താഴെ നിന്ന് ഇങ്ങനെ മേലെ വരെ നോക്കുക, മേലെ നിന്ന് താഴെ വരെ ഒന്ന് ഒഴിഞ്ഞ് അങ്ങനെ നോക്കുന്ന പോലെയൊക്കെ. ഇത് എപ്പോൾ തുടങ്ങി എന്നുള്ളത് ആർക്കും അറിയില്ല. ആ ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ആൻറ്റി വീട് കിടപ്പിലായപ്പോഴാണ്. അത് മുതലാണ് ഇത് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ആയപ്പോൾ ആകെ എന്തോ പോലെ. അങ്ങനെ പിന്നെ ആ ചേച്ചി പോകുന്ന സമയത്ത് ഷോൾ ഇട്ടിട്ട് പോകുമ്പോൾ ആ ആൻറ്റി തന്നെ പറയും, എന്താണ് നീ ഇപ്പോൾ ഷോളൊക്കെ ഇട്ടിട്ട് വരുന്നത്, എവിടേക്കെങ്കിലും പോവുകയാണെന്നുള്ളത്. കണ്ടോ ആ ആൻറ്റി, എന്തിനാ നീ ഇങ്ങനെ, കാരണം അവർ അതുവരെ അങ്ങനെ ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് അങ്കിള് ഇങ്ങനെ എന്തോ പോലെ എന്ന് ഈ ആൻറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. കാരണം അത്രയും ഫ്രീഡത്തിൽ ആ വീട്ടിൽ വന്നും പോയിക്കൊണ്ടിരുന്ന ആ ചേച്ചി ഈ ആൻറ്റി കിടപ്പിലായ ശേഷം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ വിശ്വസിക്കുമോ? ഇനി അവ അങ്ങനെ ഉണ്ട് എങ്കിലും ആ ആൻറ്റി വിട്ടു പറയുമോ? എന്ത് പറയും ഈ ചേച്ചിയോട്? നിന്റെ ഭർത്താവിന് ഇങ്ങനെ ആയതുകൊണ്ട് നീ കണ്ണും കൈയും കാലും കാട്ടി ഇങ്ങനെ മയക്കും, അങ്ങനെയൊക്കെയല്ലേ അറ്റ കൈ അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. ഇതാ പറയുന്നത് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കാണ് കേടുന്നുള്ളത്. ഇതിങ്ങനെ കുറേ ആയപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമം. ഇത് ഹസ്ബൻഡ് അടുത്തും പറയാൻ പറ്റില്ല. അവിടെയാണെങ്കിൽ എന്തെങ്കിലും ഒരു കുറേ 10 ദിവസം നന്നായിരുന്ന പിന്നെ 11ാമത്തെ ദിവസം പിന്നെ അടുത്ത 10 ദിവസം ഫുൾ വഴക്കായിരിക്കും, കുറേ മിണ്ടാട്ടവും ഇല്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊന്നും പോയി പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് വീട്ടിൽ ആണുങ്ങളോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ മുൻചുണ്ടിക്കാര്, അത് മൂക്കത്താണ് ഇഞ്ചി കൃഷി വെച്ചിട്ടുള്ളതെന്ന് അങ്ങനെയുള്ളവരടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പോയി അടിയായിരിക്കില്ലേ, ചോദ്യങ്ങളും പറച്ചിലുകളൊക്കെ പിന്നീടായിരിക്കും. പോയി അടിച്ച് നെരുപ്പാക്കൂലേ. അപ്പം അതും ഒരു പേടി. അങ്ങനെ ഈ ചേച്ചി സഹിച്ച് ഇങ്ങനെ വിളിക്കുമ്പോൾ പറയും ഇങ്ങനെയുണ്ടെന്ന്. എന്നോട് പറഞ്ഞ ആ സമയത്തിന് ഞാൻ പറഞ്ഞു പ്രതികരിക്കുക. ഈ അടുത്ത സ്റ്റെപ്പ് എന്തെങ്കിലും നടക്കുന്നതിന് മുൻപേ ചിലവർ പോയി ഇങ്ങനെ തൊടും, തോളിൽ കൈവച്ചൊക്കെ നോക്കും, അങ്ങനെയൊക്കെയാണ്. പ്രതികരിക്കുന്നു പറഞ്ഞാൽ ഞാൻ എങ്ങനെ പറയും? ആ ശബ്ദം കേട്ടാൽ ആ ആൻറ്റി എന്ത് വിചാരിക്കും? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അവർ വീട്ടിനകത്താണല്ലോ പോകുന്നത്. വീട്ടിനകത്ത് പോകുമ്പോഴാണ് പ്രശ്നം. പിന്നെ മുറ്റത്തിറങ്ങിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ചേച്ചിക്ക് ഭയങ്കര വിഷമമുണ്ടായി. അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞ് സൂക്ഷിച്ചും കണ്ടൊക്കെയായി പോക്ക്. അത് കഴിഞ്ഞ് പിന്നെ ആ ചേച്ചിയാ പോയി കഴിയുമ്പം അവർ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ ആൻറ്റിയുടെ റൂമിൽ നിന്ന് ഇപ്പം ഇറങ്ങുന്ന സമയത്ത് ഈ അങ്കിള് ഡോറിൻ്റെ അവിടെ നിൽക്കും. ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഈ ചേച്ചി കിടക്കുന്ന ചേച്ചി വണ്ണമുണ്ട്. ഡോറിൻ്റെ അവിടെ നിന്നാൽ ആ ചേച്ചിക്ക് കടന്നു പോകണ്ടേ. ഒന്നും മര്യാദയുള്ളവർ എന്ത് ചെയ്യണം? ആ ഡോറിൽ നിന്ന് മാറിക്കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ അടുത്ത് നിന്നാലും നമുക്ക് ഇത്തിരി ഫ്രീ ആയിട്ട് കടന്നു പോകാൻ പറ്റും. ഇത് പക്ഷെ മുൻ അനുഭവം
വേറെ മാതിരിയൊക്കെ ചേച്ചിക്ക് അറിഞ്ഞതുകൊണ്ട് അയാളുടെ നോട്ടം ശരിയല്ല, വർത്തമാനം ശരിയല്ല. അയാളെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ആ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന്. അപ്പൊ ഈ നന്നായി പറയുന്നതിനും നന്നായി എന്ന് പറയുന്നതും വ്യത്യാസമില്ലേ? ഈ രണ്ടാമത്തെ നന്നായി എന്ന് പറയുന്നത് നമുക്കൊരു ആക്കിയതല്ലേ? അതേപോലെ ഇപ്പൊ ഈ ചേച്ചിയുടെ അടുത്ത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ഈ അടിക്കടി ചോദിക്കാൻ തുടങ്ങി. കാരണം പുള്ളിക്കാരന് അസുഖമുള്ളതാണ്. അപ്പൊ ഈ വർഷങ്ങളായിട്ട് അസുഖമുള്ളത് കൊണ്ട് അപ്പൊ ഈ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു, എന്നിട്ട് ഈ ചേച്ചിയോട് എൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ പറയാൻ മടിക്കണ്ട എന്നൊക്കെ. അതൊക്കെ ടോൺ മാറി മാറി അങ്ങനെ പറയുന്നതുകൊണ്ട് ചേച്ചിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഇത് വേറെയാണ് എന്നുള്ളത്. അതാണ് ചേച്ചിക്ക് ആരോടും പറയാൻ പറ്റാത്തത്. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പറയില്ലല്ലോ. അപ്പോൾ ഈ ആൻറ്റി കിടക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആ പോക്ക് നിർത്താനും പറ്റില്ല. ആ ആൻറ്റി എന്ത് വിചാരിക്കും? അപ്പോൾ ഇതൊക്കെ കൊണ്ട് അതായത് ഇറക്കാനും തരൂല, തുപ്പാനും തരൂല എന്ന രീതിയിൽ തൊണ്ടയിൽ കുരുങ്ങിയ പോലെ ആ ചേച്ചി കൊണ്ടു നടന്നു. അങ്ങനെയാണ് അത് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ചേച്ചി കടക്കുന്ന സമയത്ത് അങ്കിളെ ഒന്ന് മാറൂ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്തിയിട്ട് വേണം കിടക്കാൻ. അല്ലാന്ന് പറഞ്ഞാൽ ഈ ആൻറ്റി പെട്ടെന്ന് അല്ല ഈ ചേച്ചി ആ ഡോറിൽ നിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആ രീതിയിൽ ചേച്ചി കിടക്കുമ്പോൾ ഈ അങ്കിള് ക്രോസ് ചെയ്ത് അങ്ങനെ വരും. അതായത് ഒരസിപ്പോവില്ലേ, അതുപോലെയൊക്കെ ആയപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമിക്കുകയും അവസാനം പുള്ളിക്കാരിക്ക് ഞാൻ പ്രതികരിക്കാൻ പറഞ്ഞു. അപ്പോൾ തനിയെ കിട്ടുന്ന സമയത്ത് പറയാൻ പറഞ്ഞു, വീട്ടിൽ പറയുന്ന അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു. അതിന് അങ്കിള് പറയുന്നത് അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും പറയുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന രീതിയിലാണ്. അപ്പോൾ ആ ചേച്ചിക്ക് ഹസ്ബൻഡ് അസുഖമായിട്ട് കിടന്നപ്പോഴാണ് അസുഖമാണെന്നുള്ളത് ഇയാൾ കംപ്ലീറ്റ് മനസ്സിലായിട്ടുണ്ട്. എല്ലാം അറിയാം, എല്ലാമായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം അറിയാം. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നീ പറയണം എന്ന് ചില കാര്യങ്ങളിൽ ആ ചേച്ചിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് ഇയാളുടെ ഭാര്യ കിടന്നപ്പോഴാണ് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ എന്താണ് കാള വാല് വെക്കുന്നത് കണ്ടാലേ അറിയാം എന്ന് പറയുന്ന രീതിയിൽ ഇയാൾ ഇതേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3-4 മാസം ആ ചേച്ചി ആ ആൻറ്റി അവിടെ കിടന്നപ്പം ഈ ചേച്ചി പോകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ഇതാണ് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും പോയിട്ട് പ്രതികരിക്കാൻ പറ്റുമല്ലോ, വേറെ മാതിരിയായി പോകില്ലേ. അപ്പോൾ ഇതുപോലത്തെ അനുഭവങ്ങൾ ഇപ്പം എന്തായെന്ന് പറഞ്ഞാൽ ആ അങ്കിള് ആ ആൻറ്റിയൊക്കെ ഓക്കെ ആയ ശേഷം അയാളെന്തോ വണ്ടി കൊണ്ട് നിർത്തി, മുറ്റത്ത് നിർത്തി സിറ്റ് ഔട്ടിലേക്ക് കയറിയതാണ്. പുള്ളി വീണു. അതായത് ഭാര്യ എണീച്ചതും പുള്ളി വീണ് പുള്ളിക്ക് ഒരു 4 മാസത്തെ റെസ്റ്റ് പറഞ്ഞിട്ട് കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ആൻറ്റി എണീച്ച് 1 മാസം 1.5 മാസം കഴിയുമ്പോഴത്തേക്കും ഈ പുള്ളി വീണ് ഇപ്പം 4 മാസത്തെ ഇപ്പോഴും റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പം പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെ പോകുന്നു? അതാണ് ദൈവം എന്ന് പറയുന്നത്. അതായത് ആ ചേച്ചി അത്രയും മാനസികമായിട്ട് ആരോടും പറയാൻ പറ്റാതെ അടക്കി പിടിച്ച് എത്ര കരഞ്ഞിരിക്കുന്നു. ഇത്രയും വലിയ മക്കളുള്ളവരാണ്. മക്കളോട് പറഞ്ഞാൽ തന്നെ 2 മക്കളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അയാളെ പഞ്ഞിക്കിടാനുണ്ടോ? അതുമല്ല എന്താ പറയുക, അവരുടെ ഭർത്താവോ 3 പേരും കൂടെ ചേർന്നെന്ന് പറഞ്ഞാൽ തല്ലി കൂറയിടാനല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നമ്മളത് ഏറ്റവും വിശ്വസിച്ച ഒരു ആൻറ്റിയും അങ്കിളും ഏറ്റവും അടുത്ത്. ഇപ്പം ഹസ്ബൻഡ് അവർ കുറേ നോർത്തിലായിരുന്നു. അപ്പം അവർ ആദ്യം ഇവിടെ വീട് വെച്ച് പിള്ളേരെടുത്ത് ഇരുന്നാണ് ലീവിന് ഹസ്ബൻഡ് വന്നുപോയി. അങ്ങനെ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ഇവിടേക്ക് മാറ്റം കിട്ടി ഇവിടെ തന്നെ കംപ്ലീറ്റ് ആയത്. അപ്പോൾ അവർ നോർത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്ഥലം വാങ്ങി വീട് വെച്ചു. അപ്പോൾ അവർ ഏറ്റവും അടുത്തായി. ഇപ്പം അന്ന് മുതൽ അവർ ആ കൂട്ടുകൂടിയാണ്. പിള്ളേർ വലുതായി, മകന് ജോലിയായി, വെളിയിൽ പോയി. 2ാമത്തെ മകൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഈ പ്രായത്തിലാണ് ഇയാളുടെ ഭാര്യയ്ക്ക് കാലൊടിഞ്ഞ് കിടക്കുന്ന സമയത്താണ് ഇയാൾ പറയുന്നത് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, എൻ്റെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു അങ്കിളെന്ന് വായി നിറയെ വിളിച്ച് നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബം നമ്മൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പറയില്ലേ, ഇല്ല ഇന്നവരുണ്ട്, നമ്മൾ പേടിക്കണ്ട, ഈ ആൻറ്റിയും അങ്കിൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും സേഫാണെന്നുള്ളത്. എവിടെയാണ് സേഫ്? എവിടെയാണ്? അപ്പം നമ്മൾ മറ്റാരെ വേണമെങ്കിലും വിശ്വസിക്കുക. അപ്പം ഏറ്റവും അടുത്തുള്ളവർ കണ്ടോ, നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പം ആ ഒരു സ്വഭാവം തലപോക്കുന്നത്. അപ്പം നമ്മൾ ആരെയാണ് വിശ്വസിക്കുക? അപ്പം ഞാനിത് പറയാനുണ്ടായ കാരണം ഇതുപോലെ കുറേ പേർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാകാം. നമ്മൾ പ്രതികരിക്കേണ്ട അടുത്ത് തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. നമ്മൾ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്താ വിചാരിക്കുന്നത്, നമ്മളൊന്നും പറയാതിരിക്കുമ്പോൾ പ്രതികരിക്കുമ്പോഴാണ്
അവർ വിചാരിക്കുന്നത് ഇത്ര നാളും എന്താ മിണ്ടിയില്ലെന്ന്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്ര നാളും എന്താ മിണ്ടിയില്ലെന്ന്. അപ്പം തുടക്കം തന്നെ ഇതുപോലൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പ്രതികരിച്ച് നിർത്തേണ്ടടുത്ത് നിർത്തണം. എൻ്റെ വിഷയത്തിൽ ഞാൻ എന്തുണ്ടെങ്കിലും എപ്പോഴും സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. എന്തുണ്ടെങ്കിലും ഞാൻ സംസാരിക്കുന്നതും ആ രീതിയിലാണ്. എന്താണ് ചോദിച്ചാൽ ഹായ് എന്ന് പറഞ്ഞാൽ ഹായ്, അല്ലെങ്കിൽ അതിനടുത്ത് ചിരി കളി എല്ലാം ഉണ്ടാകും. പക്ഷെ ഇത് എന്തെങ്കിലും ഒരു ടോൺ മാറുന്ന വിധം എന്താണെന്ന് പറഞ്ഞാൽ ഉടനെ ഞാനത് അതേ രീതിയിൽ തിരിച്ചടിക്കും. ആ ബന്ധം വേണ്ടാന്ന് തന്നെ വെച്ചാലും കുഴപ്പമില്ല, അതേ രീതിയിൽ തിരിച്ചടിക്കും. തമാശയാണെങ്കിൽ തമാശ രീതിയിൽ, അല്ലെങ്കിൽ വേറെ എങ്ങനെയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കും. കാരണം നമ്മുടെ ലൈഫ് വേറൊരാൾക്ക് നിയന്ത്രിക്കാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ ഭയന്ന് ജീവിക്കുക, അതൊരിക്കലും നമ്മളെ എന്താ പറയുക വളർത്തില്ല. അതുപോലെ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും നമ്മളെ ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ സമാധാനിപ്പിക്കാനും ഒരു പരിധി വിട്ടാൽ ആരെയും അനുവദിക്കരുത്. അതൊന്നും നമ്മളെ വളർത്താനുള്ളതല്ല. അതൊക്കെ എന്തോ ലക്ഷ്യം കണ്ടിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ ഉണരണം. അല്ല, അവർ നമ്മളെ അത്രയും വേണ്ടപ്പെട്ടതാണ്, എല്ലാത്തിനും നമ്മൾ സഹായിക്കുന്നു പറഞ്ഞാൽ ആ ഒരു സഹായം ചിലപ്പോൾ മുതലെടുക്കാനും വരും. അപ്പം അതുകൊണ്ട് ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത്തരത്തിൽ അനുഭവമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കാൻ പഠിക്കുക. നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, നമ്മളെ കുറ്റം പറയും മാത്രമല്ല, ഇത്ര നാളും പറഞ്ഞില്ല. ചിലപ്പോൾ അവർ നമുക്ക് സഹായങ്ങൾ ചെയ്തു, ചിലപ്പോൾ ഒരു പേന വാങ്ങി തന്ന, ഒരു പ്ലെയിൻ വാങ്ങി തന്നു എന്ന് വരെ പറഞ്ഞുണ്ടാക്കും. അങ്ങനെയാണ്. അപ്പം നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട് എപ്പോഴും പറയും, ഇത്ര നാൾ അവർ സഹായമൊക്കെ ഉപയോഗിച്ചില്ലേ, അപ്പോഴൊന്നും കണ്ടില്ല, അപ്പം എന്തേ വേണ്ട, ഇതെല്ലാം നമ്മളെ പറയും. അതായത് ചിരിക്കുമ്പോഴേ കാണാൻ ചന്തമുള്ളൂ, കരയുമ്പോൾ കാണാനൊന്നും ചന്തമൊന്നും ഉണ്ടാവില്ല. കൂടെ കരയാനും ആരും ഉണ്ടായില്ല. അപ്പം നമ്മുടെ ഹാപ്പിനെസ് നമ്മളാണ് കണ്ടെത്തേണ്ടത്. അത് എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതും എന്ത് ചെയ്യണം എന്നുള്ളതും എല്ലാ ബന്ധങ്ങളെയും എവിടെ നിർത്തണം എന്നുള്ളതും എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ കയ്യിലാണ്. ആരായിക്കോട്ടെ. ചിലപ്പോൾ അകലെയുള്ള നമ്മൾ ദൂരെ യാത്ര പോകുമ്പോഴാണ് അവിടെ പോയ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് സൂക്ഷിച്ച് പോകണം എന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ കൂടെ വരുന്നവരെ ഉണ്ടാവും, അവിടെയൊന്നും പോകണ്ട, നമുക്കൊരു അപകടം വരാൻ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പെരുമാറ്റം ഒക്കെ ഉണ്ടാകാൻ അവിടെയൊന്നും വേണം. ചിലപ്പോൾ കൂടെയത് ഉണ്ടാകും. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഒരു നോട്ടത്തിലോ ഭാവത്തിലോ അല്ലെങ്കിൽ ഒരു വർത്തമാനത്തിലോ ഒക്കെ വന്ന 1-2 തവണ അത് പോട്ടെ എന്ന് പറയണ്ട. 3ാമത്തെ തവണ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അത് നിർത്തണം. അപ്പം ഇത്രയെങ്കിലും എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഇതിനോട് യോജിക്കുന്നവരൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.